ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധദമുരുജടാമണ്ഡലം രാമചന്ദ്രം. രാമ 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 രാമ. ഭാഗ്യം ചെയ്ത രാമായണ പ്രിയരെ, സീതാദേവിയുടെ കണ്ണുകളിലേക്ക് പ്രേമാർദ്രമായി നോക്കിയിരിക്കുന്ന ശ്രീരാമദേവനെ നമസ്കരിക്കുന്നു. വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായി പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ യാഗശാലയെ മലിനമാക്കാനായി വന്ന സുബാഹു, മാരീചൻ, അവരുടെ കിങ്കരന്മാർ എല്ലാവരെയും നശിപ്പിച്ചു. ശ്രീരാമദേവൻ മാനവാസ്ത്രം കൊണ്ട് മാരീചനെ യോജനകൾക്കപ്പുറത്തേക്ക് പലായനം ചെയ്യിച്ചു. ആഗ്നേയാസ്ത്രം കൊണ്ട് സുബാഹുവിനെ വധിച്ചു. ശേഷമുള്ളവരെ ലക്ഷ്മണനും വധിച്ചു. പിന്നീട് മിഥിലയിലേക്കുള്ള യാത്രയാണ് വർണ്ണിച്ചത്. ആ യാത്രാവേളയിൽ വിശ്വാമിത്രൻ അനവധി കഥകൾ രാമലക്ഷ്മണന്മാരെ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. എല്ലാ പുരാണങ്ങളിലും വർണ്ണിക്കുന്ന സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രങ്ങളും വിശ്വാമിത്രൻ്റെ തന്നെ വംശകഥയും ഗംഗാവതരണ കഥയും ഒക്കെയാണ് അവിടെ വിശദീകരിക്കുന്നത്. വാത്മീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ഈ പുരാവൃത്തങ്ങൾ വളരെ മനോഹരമായി തന്നെ വർണ്ണിച്ചിരിക്കുന്നു. അധ്യാത്മരാമായണത്തിലേക്ക് എത്തുമ്പോൾ പുരാണങ്ങൾ പറഞ്ഞുകൊടുത്തു എന്ന് മാത്രം പറഞ്ഞ് ആ ഭാഗം ചുരുക്കുകയാണ്. വാത്മീകി രാമായണത്തിലെ ഈ പുരാവൃത്തം വളരെ പ്രസക്തമാണ്. നദികളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം യാത്ര ചെയ്യുന്ന ആ അരണ്യങ്ങളിലെ മനോഹരങ്ങളായ ആശ്രമങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കഥകളാണ് ഇവിടെ മനോഹരമായി വാത്മീകി വർണ്ണിച്ചിരിക്കുന്നത്. വാത്മീകിയുടെ മധുരമായിരിക്കുന്നതായ ഭാഷ ഈ കഥകളെ പുരാണ കഥകൾ കാവ്യമായി തീരുമ്പോൾ എത്രത്തോളം മനോഹരമാവുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വാത്മീകിയെ നമ്മൾ നമസ്കരിക്കാറുള്ളത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. കവിതാശാഖയിൽ ഇരുന്നു കൊണ്ട് രാമരാമ എന്ന് മധുരമായി മന്ത്രിക്കുന്ന വാത്മീകിയാകുന്ന കുയിലിനെയാണ് വന്ദിക്കുന്നത്. പുരാവൃത്തങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയോ പഴക്കമുള്ള മുത്തശ്ശിച്ചൊല്ലുകളായി, ഐതിഹ്യങ്ങളായി, ഭാഷയിൽ ഉൾച്ചേർന്ന് കിടക്കുന്ന കഥാരൂപങ്ങളാണ്. അവയെല്ലാം കാവ്യാത്മകമായി വാത്മീകി രാമായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭമാകട്ടെ വിശ്വാമിത്രനോടൊപ്പം യാത്ര ചെയ്യുന്ന രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്.
അവിടെ വിശ്വാമിത്രൻ ആത്മകഥാരൂപത്തിൽ ചില ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. ആദ്യത്തെ കഥ കുശൻ്റെ ചരിത്രമാണ്. ബ്രഹ്മാവിൻ്റെ മകനായ കുശൻ, അദ്ദേഹത്തിന് വൈദേഹി എന്ന ധർമ്മപത്നി. കുശന് വൈദേഹിയിൽ 4 മക്കൾ ജനിച്ചു. കുശാംബൻ, കുശനാഭൻ, അധൂർത്തരജസ്, വസു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 4 മക്കളും മനോഹരങ്ങളായ 4 നഗരങ്ങൾ നിർമ്മിച്ച് പ്രജകളെ ഭരിച്ചു എന്ന് കഥ. ആ നഗരങ്ങളുടെ പേരുകൾ വാത്മീകി രാമായണത്തിൽ വർണ്ണിക്കുന്നു. കുശാംബൻ നിർമ്മിച്ച നഗരം കൗശാംബി എന്നറിയപ്പെട്ടു. കുശനാഭൻ മഹോദയപുരം എന്ന മനോഹരമായ നഗരമാണ് പണികഴിപ്പിച്ചത്. അധൂർത്തരജസ് ധർമാരണ്യം, വസു ഗിരിവ്രജം. ഈ വസുവിൻ്റെ ഗിരിവ്രജം എന്ന് പറയുന്ന നഗരം പിന്നീട് വസുമതി ദേശം എന്നറിയപ്പെട്ടു. ഈ വസുമതി ദേശം 5 പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അതിനരികിലൂടെ ഒരു പുഴയൊഴുകുന്നു. മഗധയിൽ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ടൊഴുകുന്ന ആ പുഴയുടെ തീരത്ത് മുഴുവൻ മനോഹരമായ വയലുകളുണ്ട്. ആ വയലുകളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരായ അനവധി മനുഷ്യരുടെ ഗ്രാമങ്ങളിലൂടെ വിശ്വാമിത്രൻ യാത്ര പോകുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം മുഴുവൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുശനാഭൻ വേണ്ടതുപോലെ പ്രജകളെ ഭരിച്ചു. അദ്ദേഹത്തിന് ഘൃതാചി എന്ന് പേരുള്ള അപ്സര സ്ത്രീയിൽ 100 പെൺകുട്ടികൾ ജനിച്ചു. ഈ 100 പെൺകുട്ടികളും അതീവ സുന്ദരികളായിരുന്നു, ഗുണവതികളായിരുന്നു. അവർ ഒരിക്കൽ ഉദ്യാനത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വായു ഭഗവാൻ അവരുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു. ഈ കുശനാഭപുത്രിമാരോട് വായു ഭഗവാൻ തന്നെ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ഇത് കേട്ട് കുശനാഭപുത്രിമാർ പറഞ്ഞത്, അല്ലയോ വായു ഭഗവാനെ, അങ്ങ് സർവചരാചരങ്ങളിലും സൂക്ഷ്മഭൂതനായി പ്രാണനെ ഉണർത്തി വർത്തിക്കുന്ന ദേവതയാണ്. അങ്ങിപ്പോൾ ഞങ്ങളോട് ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ സ്വതന്ത്രരല്ല. അച്ഛൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗൃഹസ്ഥ ധർമ്മ സ്വീകരണത്തിലും അച്ഛൻ്റെ വാക്കിനെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അച്ഛൻ ആരെയാണ് വിവാഹം കഴിക്കാൻ ഞങ്ങളോട് പറയുന്നത് അവരാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ. അല്ലയോ വായുദേവ, അവിടുന്ന് ക്ഷമിച്ചാലും അങ്ങയുടെ ഈ അഭ്യർത്ഥനയെ സ്വീകരിക്കാനോ അങ്ങയുടെ ആവശ്യത്തെ നിറവേറ്റിത്തരുന്ന വിധത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാനോ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ സുന്ദരികളായ പെൺകുട്ടികളുടെ വാക്ക് കേട്ടപ്പോൾ വായുവിന് കോപമുണ്ടായി. വായു ഭഗവാൻ ഈ പെൺകുട്ടികളുടെ അംഗോപാംഗങ്ങളിൽ പ്രവേശിച്ച് അവരെ കൂനികളാക്കി മാറ്റി. കുബ്ജകളായി തീർന്ന അവർ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അരികത്ത് വന്നു. എന്താണ് സംഭവിച്ചത് എന്ന് കുശനാഭൻ ചോദിച്ചു. ഉണ്ടായ കാര്യങ്ങളെല്ലാം വ്യക്തമായി ബോധിപ്പിച്ചു. അച്ഛനെ അനുസരിക്കുന്ന മക്കളാണ് ഞങ്ങൾ എന്ന് വായുവിനോട് ഉത്തരം പറഞ്ഞ തൻ്റെ മക്കളെ വായു ഭഗവാൻ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്നറിഞ്ഞിട്ടും മഹാരാജാവ് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അവരോട് പറഞ്ഞു, ക്ഷമാദാനം ക്ഷമാസത്യം ക്ഷമായജ്ഞാശ്ച പുത്രികാഃ ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാം വിഷ്ഠിതം ജഗത്. സത്യത്തിൽ വായുദേവൻ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ട സമയത്ത്
ആ വായുദേവനെ തിരിച്ച് ശപിക്കാനുള്ള കഴിവുള്ളവരായിരുന്നു കുശനാഭപുത്രിമാർ. അതിന് കാരണം കുശനാഭന് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയിൽ ഉണ്ടായവരല്ല ഇവർ. ഘൃതാചി എന്ന അപ്സര സ്ത്രീയിൽ ജനിച്ചവരാണ്. അപ്സരസ്സുകൾ ജലമയമായ തത്വത്തിൽ നിന്ന് ആവിർഭവിച്ചവരാണ്. അപ്സരസ്സുകളുടെ ആവിർഭാവത്തെ ഈ പുരാവൃത്തത്തിൻ്റെ അവസാന രംഗത്തിൽ പ്രത്യേകം എടുത്ത് വാത്മീകി രാമായണം വർണ്ണിക്കുന്നുമുണ്ട്. അപ്പോൾ അപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജലം എന്നാണ്. ജലമയമായിരിക്കുന്ന തത്വത്തിൻ്റെ അതിദേവതകളായിട്ടാണ് അപ്സരസ്സുകളെ പറയുന്നത്. അവർ അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും ഒക്കെ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള ആ അപ്സരസ്സിൻ്റെ പുത്രിമാരാണ്. കുശനാഭനാകട്ടെ സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ പുത്രനായ കുശൻ്റെ മകനാണ്. അപ്പോൾ വായുദേവൻ ചെയ്തതായ ഈ ദുഷ്കൃത്യത്തിന് പ്രതിക്രിയയായി അവരെ പ്രതികാരബുദ്ധിയോടുകൂടി ശപിക്കാൻ കഴിവുള്ളവരായിരുന്നിട്ട് കൂടി തൻ്റെ മക്കൾ വായുഭഗവാനോട് ലോകധർമ്മമനുസരിച്ച് പെരുമാറുകയാണ് ചെയ്തത്. ഇതാണ് കുശനാഭനെ ഏറെ സന്തോഷിപ്പിച്ചത്. അദ്ദേഹം തൻ്റെ പുത്രിമാരുടെ സൗശീല്യത്തിൽ വളരെയധികം സന്തുഷ്ടനായി പറഞ്ഞ വാക്കുകളാണ്: ക്ഷമ ദാനമാണ്, ക്ഷമയാണ് സത്യം, ക്ഷമയാണ് എല്ലാ യജ്ഞങ്ങളും, ക്ഷമയാണ് യശസ്, ക്ഷമയാണ് ധർമ്മം. ഈ ജഗത്ത് മുഴുവൻ ക്ഷമയിൽ നിലനിൽക്കുന്നു എന്ന്. വളരെ മനോഹരമായ ഒരു സുഭാഷിതം കൂടിയാണിത്. ഇങ്ങനെ വായുഭഗവാനാൽ വിരൂപകളാക്കപ്പെട്ട ആ മക്കളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് കുശനാഭൻ തൻ്റെ മക്കൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവ് ആരാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ വൈകൃതത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള തപസ്വിയായ ഒരാളെ അദ്ദേഹം അന്വേഷിച്ചു. ആ കാലഘട്ടത്തിൽ ചൂളി എന്ന ഒരു മഹർഷീശ്വരൻ അതീവ തപസ്സിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ ഊർമിള എന്ന് പേരുള്ളതായ ഒരു ഗന്ധർവ സ്ത്രീയുടെ മകൾ സോമത ശുശ്രൂഷിച്ചു വന്നിരുന്നു. ആശ്രമ പരിസരമാണ്. ചൂളി എന്ന മഹർഷി നിതാന്ത ധ്യാനത്തിലാണ്. അപ്പോൾ തപസ്വിയായ ഒരാളെ ശുശ്രൂഷിക്കുന്ന ആ കർമ്മമാണ് ഒരു ഗന്ധർവ സ്ത്രീ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് കാരണം ഒരു മഹാതപസ്വിയെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ചാൽ കാമിത വരങ്ങൾ, തപസ്സിൻ്റെ പുണ്യം അത് നേടിയെടുക്കാൻ സാധിക്കും എന്ന സങ്കല്പമാണ്. സോമത അങ്ങനെ ചൂളി മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശ്രമത്തിൽ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹർഷി ധ്യാനത്തിൽ നിന്നുണർന്നു. തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നതായ സോമതയെ അനുഗ്രഹിച്ചു. അവരുടെ പ്രവൃത്തിയിൽ സന്തോഷിച്ചു. ഇത്രയും ദിവസങ്ങളായി തൻ്റെ ധ്യാനത്തിന് ഒരു തരത്തിലും വിഘ്നം വരാത്ത വിധം തന്നെ ശുശ്രൂഷിച്ച ആ സോമതയോട് കാരുണ്യത്തോടുകൂടി മഹർഷീശ്വരൻ ചോദിച്ചു, നിനക്ക് എന്താഗ്രഹമാണുള്ളത്? എന്ത് പറഞ്ഞാലും അത് ഞാൻ നിറവേറ്റിത്തരാം. അത് കേട്ട് സോമത പറഞ്ഞത്, ഞാൻ ഒരു ഗന്ധർവ സ്ത്രീയാണ്, ഞാൻ ആരെയും വിവാഹം കഴിക്കുകയില്ല, പക്ഷേ എനിക്ക് ബ്രഹ്മതേജസ്സോടുകൂടിയ ഒരു പുത്രൻ വേണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മഹർഷി സോമതയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ബ്രഹ്മതേജസ്സുള്ള ഒരു പുത്രനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. അങ്ങനെ ആ പുത്രനെ സൃഷ്ടിച്ച് സോമതയ്ക്ക് വരമായി നൽകി. ചൂളി മഹർഷി മനസ്സുകൊണ്ട് സൃഷ്ടിച്ച ആ പുത്രൻ ബ്രഹ്മദത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ബ്രഹ്മദത്തൻ
ബ്രഹ്മർഷിയുടെ മനസ്സിൽ നിന്ന് സഞ്ജാതനായതുകൊണ്ടും ഗന്ധർവ സ്ത്രീയുടെ പുത്രഭാവത്തിൽ വർത്തിക്കുന്നതുകൊണ്ടും ക്ഷത്രിയനായി പരിണമിച്ചു. ഈ കുലപാരമ്പര്യത്തെക്കുറിച്ച് വാത്മീകി രാമായണം പറയുന്ന പല കാര്യങ്ങളും ആധുനിക കാലഘട്ടത്തിലെ ഏതെങ്കിലും തരത്തിലുള്ളതായ നിയമങ്ങൾക്കനുസരിച്ചല്ല. അല്ലെങ്കിലും പുരാണങ്ങൾ വായിക്കുമ്പോൾ അതിലെ പാരമ്പര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്നതായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വർണ്ണസങ്കല്പങ്ങൾ ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കുന്നത് പോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഓരോ വ്യക്തികളും ആർജിക്കുന്ന അറിവിൻ്റെയും അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും അവർ സ്വീകരിക്കുന്ന ജീവിത ആചാരങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ചാണ് അവർക്ക് ഈ വർണ്ണനാമങ്ങൾ പലപ്പോഴും പുരാണങ്ങൾ കൊടുത്തു കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കാട്ടാളനിൽ നിന്ന് കവിയായി പരിണമിച്ച വാത്മീകി മഹർഷിയെ ബ്രഹ്മർഷിയായും ബ്രാഹ്മണനായും സങ്കല്പിക്കുന്നത്. അവിടെ ബ്രഹ്മത്വം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. വ്യാസമഹർഷി പരാശരന് ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ച മകനാണ്. എന്നിട്ട് കൂടി വ്യാസൻ സർവവേദങ്ങളും പഠിച്ചു. വേദങ്ങളുടെ സാരത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അത് ലോകത്തിന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ചിന്തിച്ച് ആ വേദാർത്ഥ തത്വങ്ങളെ മനോഹരങ്ങളായ കഥകളായി തൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരകളിലൂടെ പകർന്നു കൊടുത്തു. അതാണ് 18 പുരാണങ്ങളായത്. ആ വ്യാസനെയും ബ്രഹ്മർഷി എന്നും ബ്രാഹ്മണനെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ജ്ഞാനികളായ ആ തപസ് തന്നെ ജീവിതമാക്കി മാറ്റിയ പരമമായ ധർമ്മനിഷ്ഠയിൽ ജീവിക്കുന്നവരായ ആളുകൾ, ഇവരെയൊക്കെ പലപ്പോഴും ബ്രാഹ്മണ പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ക്ഷതാത്രായതേ ക്ഷത്രിയഃ എന്നാണ് ക്ഷത്രിയ പദത്തിൻ്റെ അർത്ഥം. ചുറ്റുമുള്ളവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾ. അപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് അതിനുവേണ്ടി തൻ്റെ അറിവും ബലവും സമർപ്പിച്ച് ജീവിക്കുന്നവരായിരിക്കുന്ന ആളുകളെ ക്ഷത്രിയന്മാരെന്ന് വിളിക്കാം. കാർഷിക വൃത്തിയും സമൂഹത്തിലെ സാമ്പത്തികമായിരിക്കുന്ന വ്യവഹാരങ്ങളെയും വേണ്ടതുപോലെ മനസ്സിലാക്കി അതിനെ നിലനിർത്തുന്ന വിധത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വൈശ്യരെന്നും, ഇത്തരത്തിലുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ കർമ്മങ്ങൾക്കെല്ലാം ശക്തിയായി അവർക്ക് വേണ്ടതായ യാതൊരു തരത്തിലുള്ള സേവനങ്ങളുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ട് വർത്തിക്കുന്ന ആ കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകളെ ശൂദ്രന്മാരെന്നും പുരാണം ഉദ്ഘോഷിച്ചിരിക്കുന്നു. ഇവിടെ ചൂളി എന്ന മഹർഷി മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ച് ഗന്ധർവ സ്ത്രീയായ സോമതയ്ക്ക് അനുഗ്രഹമായി നൽകിയ പുത്രനാണ് ബ്രഹ്മദത്തൻ. അദ്ദേഹം കാമ്പിലി എന്ന് പേരുള്ളതായ ഒരു നഗരം നിർമ്മിച്ച് ആ നഗരത്തിൽ പ്രജകളെ സംരക്ഷിച്ചുകൊണ്ട് വസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷത്രിയൻ എന്ന് വിശേഷിപ്പിച്ചത്. കുശനാഭൻ ഈ ബ്രഹ്മദത്തൻ തൻ്റെ മക്കൾക്ക് യോഗ്യനായിരിക്കുന്ന വരനാണ് എന്ന് മനസ്സിലാക്കി ദൂതന്മാരെ അയച്ചു. അദ്ദേഹം നേരിട്ട് ചെന്നു. അങ്ങനെ ഈ ബ്രഹ്മദത്തനോട് തൻ്റെ മക്കളെ വിവാഹം കഴിക്കുവാൻ അഭ്യർത്ഥിച്ചപ്പോൾ ബ്രഹ്മദത്തൻ സന്തോഷത്തോടുകൂടി കുശനാഭൻ്റെ ആ വാക്കുകളെ ഹൃദയത്തിലേറ്റി കുശനാഭപുത്രിമാരെ വിവാഹം കഴിച്ചു. വിവാഹമണ്ഡപത്തിൽ വെച്ച് വിരൂപകളും കുബ്ജകളുമായിരിക്കുന്നതായ വായുകോപമേറ്റ് ദുഷിച്ച ശരീരത്തോടു കൂടിയവരായ ആ കന്യമാരെ ബ്രഹ്മദത്തൻ കൈപിടിച്ച നിമിഷത്തിൽ, എപ്പോഴാണ് ഓരോരുത്തരെയും ബ്രഹ്മദത്തൻ സ്പർശിച്ചത്, ആ നിമിഷം തന്നെ
വായു ഭഗവാന്റെ കോപം ഇല്ലാതാവുകയും അവരെല്ലാം കൂനില്ലാത്തവരായി അതിസുന്ദരിമാരായി പരിണമിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പുത്രിമാർക്ക് സൗന്ദര്യം വീണ്ടു കിട്ടി, യൗവനയുക്തമായ ബലവും ലഭിച്ചു, വായുവിൻ്റെ കോപവും ഇല്ലാതായി. ഇതിനെല്ലാം കാരണം ബ്രഹ്മദത്തൻ എന്ന ആ മഹാതപസ്വിയുടെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി കുശനാഭൻ ബ്രഹ്മദത്തനോടൊപ്പം മക്കളെ യാത്രയാക്കി. ഈ കഥ പറയുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. അലയോ ശ്രീരാമ, ബ്രഹ്മദത്തനോടൊപ്പം സ്വന്തം മക്കൾ യാത്രയായി കഴിഞ്ഞപ്പോൾ കുശനാഭ രാജാവ് കൊട്ടാരത്തിൽ ഇനി തൻ്റെ വംശത്തെ നിലനിർത്താൻ ആരാണുള്ളത് എന്ന് ചിന്തിച്ചു. ഒരു സന്തതി വേണം, ഒരു പുരുഷപ്രജ തനിക്കുണ്ടാവണം. അങ്ങനെ അദ്ദേഹം പുരോഹിതന്മാരെയെല്ലാം വരുത്തി എല്ലാവരും കൂടി ആലോചിച്ചു. ഒരു പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിച്ചു. ആ പുത്രകാമേഷ്ടി യാഗത്തിൽ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് ഗാധി. കഥ പറയുന്ന വിശ്വാമിത്രൻ പറയുന്നു, അല്ലയോ ശ്രീരാമ, ഈ ഗാധി മഹാരാജാവിൻ്റെ പുത്രനാണ് ഞാൻ. കുശിക വംശത്തിൽ ജനിച്ചു എന്നുള്ളതിനാലാണ് എനിക്ക് കൗശികൻ എന്ന പേരുണ്ടായത്. അല്ലയോ ശ്രീരാമ, ഇവിടെ ഈ വനപ്രദേശത്തു കൂടെ ഒഴുകുന്നതായ ഈ നദി നീ കണ്ടുവോ? ഈ നദിയുടെ പേര് കൗശികി എന്നാണ്. ഈ കൗശികി നദിയാകട്ടെ എൻ്റെ സഹോദരിയാണ്. ഇങ്ങനെ വിശ്വാമിത്രൻ തൻ്റെ സഹോദരിയായ കൗശികി നദിയുടെ കഥ പറയാൻ തുടങ്ങി. രാമായണം പുഴകളുടെയും പർവ്വതങ്ങളുടെയും കഥ കൂടിയാണ്. രാമൻ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സ്പന്ദനമായി തീരുന്നത്. രാമായണം സൂര്യചന്ദ്രാദികളെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ പാടിക്കൊണ്ടേയിരിക്കും തലമുറകളിലൂടെ എന്ന് ഉദ്ഘോഷിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. രാമായണം മനുഷ്യരുടെ മാത്രം കഥയല്ല, ഈ പ്രകൃതിയുടെയും നമ്മുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാനെന്ന ബോധത്തെ ഉണർത്തുന്ന ആത്മാവിൻ്റെയും കഥയാണ്. കൗശികി നദിയുടെ കഥ നമുക്കടുത്ത അധ്യായത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. രാമ 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 രാമ